വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കാൻ പാടില്ല, പകരം ഇത് കഴിക്കുക. ഓക്കെ. സ്നാക്കിന് ഇത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഈ ടൈമിൽ കഴിക്കാനേ പാടില്ല, ഈ ടൈം ട്രൈ ചെയ്യുക. ഓക്കെ. ലഞ്ച് ഇതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്, പകരം ഇത് കഴിക്കുക. ഈവനിങ് ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം, പക്ഷെ ഇതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. ഓക്കെ. ഡിന്നർ ഇത് കഴിക്കുക, ഇതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക. ഡിന്നർ കഴിക്കേണ്ട ടൈം ഇതാണ്, പക്ഷെ ഇതല്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് മീലേ അല്ല. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് മീൽ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ആണ്. പിന്നെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ്, അതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് മീൽ തീരുമാനിക്കുന്നത്. ആക്ച്വലി ശരാശരി ഒരു മലയാളിക്ക് ഒരു ദിവസം 30 ഗ്രാം പ്രോട്ടീൻ പോലും ഒരു ദിവസത്തെ മീലിൽ നിന്ന് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഇന്ത്യയിൽ വ്യവസായം വന്നതിൽ പിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നത്. പണ്ടത്തെ ആളുകൾ നാളത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫുഡ് തേടി പിടിച്ച് കഴിക്കുന്നവരായിരുന്നു. ഏകദേശം 10 വർഷത്തോളം നമ്മുടെ കിഡ്സ്, ഇന്ത്യയിലുള്ള കിഡ്സ് മാഗി, ഇപ്പി പോലുള്ള ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അതാണോ ഇമ്പോർട്ടൻറ്റ് മീൽ? അതാണോ ബ്രെയിൻ ഫുഡ്? പണ്ടത്തെ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല, എന്താ അവർക്ക് ബ്രെയിൻ ഇല്ലായിരുന്നു? ചിന്തിക്കൂ, ചിന്തിച്ചിട്ട് നിങ്ങൾ കഴിക്കൂ.